ഇന്നത്തെ രാവിലത്തെ വീഡിയോ കഞ്ഞി ചെറുപയറുപ്പേരിയും കൈപ്പക്ക വറുത്തത് പൊരിച്ചത് അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ചെറുപയറും കഞ്ഞിയും കൈപ്പൊക്കെ പൊരിച്ചോടും കഴിക്കാൻ എന്ത് രസം എല്ലാവരും കഴിച്ചു. കുട്ടികൾ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് നല്ല നാസ്റ്റിയാണ് ഇത്. ഇഷ്ടപ്പെട്ടു. കഞ്ഞി രാവിലെ തന്നെ കഞ്ഞിയാക്കി ചെറുപയറുപ്പേരി വെച്ചു, കൈപ്പൊക്കെ പൊരിച്ചു. സൂപ്പറായില്ലേ? അപ്പോൾ ഒന്ന് കുട്ടികൾ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് പോയി. രാവിലത്തെ പണിയൊക്കെ വേഗം ഒരുക്കി കഴിഞ്ഞു. കുളി കഴിഞ്ഞു, തിരുമ്പൽ കഴിഞ്ഞു. ഇനി അവർ അടിച്ചു വരാണ്ട് അതോടെ ഇന്നത്തെ പണി കഴിയും. അപ്പം നമ്മൾ നേരത്തെ എല്ലാ പണിയും തീർത്തു. അതെ, കൊറേ ഞാൻ രാവിലെ നേരത്തെ കുളിച്ചു. ഇന്നലെ പോണമെന്നുണ്ട്. അല്ലോ പോണമെന്നുണ്ട്. ക്ഷീണം, അവിടെ എത്തണം. ഞാൻ പോവാ ഓക്കെ പറഞ്ഞാൽ പോവും അല്ലേ? പക്ഷെ ഞാൻ പോയ കുട്ടികളെ പോയിട്ട് വരിപ്പിക്കും, പോയിട്ട് വരാം. സമയമുണ്ട്, വെയിലും. പിന്നെ എന്താണെന്നറിയോ, ലുലുമാളിൽ പോണെന്ന് പറഞ്ഞ ഓഫർ, നല്ല ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, എനിക്ക് എന്തായാലും മെഷീനിൽ വയ്ക്കാനുള്ള ലിക്വിഡ് വേണമെന്നിട്ട് കുറേ ആയി. ഞാൻ ഫസ്റ്റ് ഞങ്ങൾ പോയിട്ട് ഒരു വർഷമായി. ലുലുമാൾ ഓപ്പണിങ് കഴിഞ്ഞിട്ടൊരിക്കൽ പോയി, പിന്നെ ഒരിക്കൽ പോയി, അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പോയി. പക്ഷെ ഒരു വർഷമായി നമ്മൾ പോയിട്ടിപ്പോൾ. നമ്മുടെ വീഡിയോ കണ്ടാൽ അറിയാം, ഒരു വർഷം നമ്മൾ ലുലുമാളിലൊക്കെ കയറിയിട്ട്. അപ്പം എൻ്റെ ലിക്വിഡൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. പക്ഷെ അവിടെ ആരും പോകണമെങ്കിലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കഴിച്ചു. രാവിലെ തന്നെ കഞ്ഞിയൊക്കെ കുടിച്ചു, മരുന്നൊക്കെ ഇപ്പം കഴിച്ചു. അല്ല, ഡ്രസ്സും എല്ലാം ഉണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കല്യാണം ഉണ്ട്, ഡ്രസ് കോഡാണ്. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഉണ്ടെങ്കിൽ ഓഫറിൽ പോയി നോക്കിയാൽ എങ്ങോട്ട് പോകണമെങ്കിൽ കുട്ടികൾ വരുന്ന മുമ്പ് പോകണം. അവർ വന്നാൽ നമുക്കിപ്പോൾ ആദ്യത്തെ പോലെ സ്കൂട്ടിയാണ്, വണ്ടിയിലൊന്നും ആരിനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റുന്നില്ല. ഇനിയൊന്നും പറ്റൂല്ല അല്ലേ? അപ്പം അവർ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് എളുപ്പം പോയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ചോറും ബീൻസ് ഉപ്പേരിയും കൈപ്പൊക്കെ പൊരിച്ചതുണ്ട്, പിന്നെ 2 പപ്പടും, പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. ഉറങ്ങി എണിച്ചിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. അച്ഛരം നല്ല ഉറക്കത്തിലാണ് ആൾ. ചിലപ്പോൾ കഴിച്ചും കൊണ്ടിരിക്കും, എണിക്കും. അല്ലെങ്കിൽ പിന്നെ വെഴുകും എണിക്കാൻ. എന്തായാലും 4 മണി 5 മണിയാവുമ്പോൾ എണിക്കായിരിക്കും. ചിലപ്പോൾ ചെറിയ മോന് വന്നത് എനിക്ക് സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ ഡ്രസ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുഞ്ഞുടുപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മെഷീനിലിരിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് മെഷീനിലിരിക്കാൻ വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് എനിക്ക് 2-3 ബ്ലൗസ് കൂടി ഉണ്ട്. അതും കഴിഞ്ഞ് ഒരു ചുരിദാറുണ്ട്. അത് വന്നിട്ട് പറഞ്ഞ ഡേറ്റ് ആയിക്കണോ. അവർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പറഞ്ഞ സമയത്തേക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും അടിക്കണം. എന്നിട്ട് വേണം 2-3 ബ്ലൗസ്, അത് പിന്നെ അർജൻറ്റില്ല, അതും അടിക്കണം. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് ഡ്രസ്സ് മെറ്റീരിയൽ എടുത്ത് കിടക്കുന്നുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ. വെച്ചിട്ടുണ്ട് ബേബി ഡ്രസ് കണ്ടോ, വീനെക്കാണ്. ഞാൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്യിലുള്ള ലേസ് വെക്കാൻ പറഞ്ഞു അവർ. പിന്നെ ഇതാ സ്ലീവ് പഫ് സ്ലീവാണ്. പിന്നെ ഒരു ബോ വെച്ചിട്ടുണ്ട് ബാക്കിൽ. പിന്നെ ഒരു കെട്ടുകൂടി ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ലൈനിങ് നൂല് കട്ട് ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ ഫൈനലി ഡ്രസ്സ്. ഇതിൽ ലൈനിങ് നമ്മളിതാ ഒരു കോട്ടൺ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോട്ടൺ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ.
ലാസ്റ്റിക്ക് ചുണ്ണിൻ്റെ പുള്ളി കിടക്കുന്നുണ്ട്, ശരിയാക്കണം. ഇതാണ് നമ്മൾ ചെയ്ത മോളുടെ ഡ്രസ്സ്. ബാക്കിൽ കൊളുത്താണ് കേട്ടോ, ബാക്കിൽ കൊളുത്തുണ്ടോ, കൊളുത്തുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോയ് ഉണ്ട്, ഇതൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇതാണ് ഡ്രസ്സ്. അപ്പോൾ അമ്മയുടെ ഡ്രസ്സ് കാണിച്ചു തരാം. കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും അമ്മയുടെ ഡ്രസ്സും ഫ്രണ്ടിൽ ബട്ടൺസാണ്, അമ്പർലയാണ്. ഇതിലൊരു ലൈനിങ്ങിനുള്ള കോട്ടൻ്റെ. പിന്നെ സ്ലീവ് വന്നിട്ട് പഫാണ്, റൗണ്ട് നെക്കാണ്, ഫ്രണ്ടിൽ ബട്ടൺസ്. പക്ഷെ അവർക്ക് ഈ സാധനം വേണ്ട പറഞ്ഞു, അവർക്ക് ഇഷ്ടമായില്ല. നെയ്റ്റീനൊക്കെ ഒരു ഫീൽ ചെയ്യണോ, അപ്പോൾ ഇതെടുത്ത് കളഞ്ഞിട്ട് അവർക്ക് ചെയ്തു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ശരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെയ്യണം, എന്നിട്ട് ബട്ടൺസ് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വ്ളോഗിൽ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരണമെങ്കിലൊക്കെ ഒന്ന് പറയട്ടോ. ഓൺലൈനായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴല്ല, ഇപ്പം എന്തായാലും പറ്റില്ല. ഇപ്പോൾ ഇട്ടപാട് ആരും ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ തരില്ലല്ലോ. നമ്മളൊന്ന് കുറച്ച് ഫേമസ് ആയാലല്ലേ ആൾക്കാർ അറിയുള്ളൂ, അപ്പോഴല്ലേ ഓർഡർ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വെക്കണം. നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ് ബ്ലൗസ്, ചുരിദാർ, ഫ്രോക്ക്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഞാൻ തന്നെ എടുത്തിട്ട് ചെയ്ത് തരുന്ന പോലെ ഒക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ ആഗ്രഹം. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഓർഡർ എടുത്ത് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, വൈറ്റിൽ നന്നായിട്ടുണ്ട് കാണാൻ, നല്ല ഇഷ്ടമായി ബേബി ഡ്രസ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ.